തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. ക്യാമ്പസ് ആക്രമണങ്ങളിൽ SFIയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI എന്നും 35 ധീരരായ സഖാക്കൾക്ക് ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ചതിനെ വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. നടന്നത് രക്ഷാപ്രവർത്തനം തന്നെയെന്ന് അന്നും ഇന്നും എന്നും പറയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇൻക്യുബേറ്ററിൽ വിരിച്ചെടുക്കുന്ന ഗുണ്ടാ സംഘം നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. SFIക്ക് തണൽ മുഖ്യമന്ത്രിയോ? SFI അക്രമങ്ങളെ സർക്കാർ ന്യായീകരിക്കുന്നോ? തിരുത്താൻ ഒരുക്കമല്ലേ? ഇടതുപക്ഷത്തിന് ബാധ്യതയായോ? ഈ ചർച്ചയിൽ ശ്രീ S.K. സജീഷ് CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ ഷാജർ ഖാൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിവർ. വളരെ ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ S.K. സജീഷ്, SFIയിൽ ആരോപിതമായിരിക്കുന്ന 2 അക്രമ സംഭവങ്ങൾ, അതുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം, ഇതാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി സംസ്ഥാന നിയമസഭയിൽ ഉന്നയിച്ചത്. അതിന് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ആ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് വിശദീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത് SFI ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല, 35 ധീര രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ്. ഇതുപോലെ ഒരു ചരിത്രം KSUവിന് പറയാൻ പറ്റുമോ? തുടങ്ങി അങ്ങനെ ധീരതാപൂർണമായ ചരിത്രത്തിൽ അദ്ദേഹം അഭിരമിക്കുകയും രോമാഞ്ചം കൊള്ളുകയുമാണ്. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയായിട്ടായിരുന്നില്ലേ നിയമസഭയിൽ സംസാരിക്കേണ്ടിയിരുന്നത്? SFI സംസ്ഥാന പ്രസിഡന്റിനെ പോലെയാണോ മുഖ്യമന്ത്രി ഇതുപോലൊരു വിഷയത്തിൽ നിയമസഭയിൽ പ്രതികരിക്കേണ്ടത്? അഭിലാഷ്, ഒരു കാര്യം, നിങ്ങളുടെ പദപ്രയോഗങ്ങളെല്ലാം ആലങ്കാരികമാണ്. ആലങ്കാരികമായി താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചില പദപ്രയോഗങ്ങൾ നടത്തി ഈ ചർച്ചയിൽ മുൻവിധിയോടുകൂടി തന്നെ SFIയെ ടാർഗറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താങ്കളുടെ ഇൻട്രോയും അതുപോലെ തന്നെ കൊടുക്കുന്ന ക്യാപ്ഷനുകളും ഇപ്പോൾ സംസാരത്തിൽ വരുന്ന കാര്യങ്ങളുമെല്ലാമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഞങ്ങളാരും അത്ഭുതപ്പെടുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ വിരിച്ച പരവതാനിയിലൂടെ വളർന്നു വന്ന സംഘടനയല്ല SFI. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കനൽ വഴികളിലൂടെ കടന്നു വന്ന 35ഓളം വരുന്ന ധീരരായ വിദ്യാർത്ഥി പ്രവർത്തകർക്ക് രക്തസാക്ഷിയാകേണ്ടി വന്ന് അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2 അക്രമ സംഭവങ്ങൾ SFIയുടെ മേൽ ആരോപിതമായിരിക്കുന്നു. അതിന്റെ വസ്തുതകളാണല്ലോ സ്വാഭാവികമായും മുഖ്യമന്ത്രിയായാലും മറ്റുള്ളവരായാലും പറയേണ്ടത്. അതിൽ ഈ ചരിത്രം പറയുന്നതിന്റെ, ആ ചരിത്രത്തിൽ അഭിരമിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടല്ലേ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചത്? അഭിലാഷ്, തുടക്കത്തിലെ തന്നെ വാചകങ്ങൾ പൂർത്തീകരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ചർച്ച ആരംഭിക്കുന്നതെങ്കിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ താങ്കൾക്ക് മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തി ഞങ്ങളെ വിമർശിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് മാറിയിരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ട്, നിങ്ങളുടേതായ രീതിയിൽ ഒരു കാര്യം അവതരിപ്പിച്ച് വരണം. കേരളത്തിൽ SFIയെ അപമാനിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ എന്തും വിളിച്ചു പറയാം കേരളത്തിൻ്റെ നിയമസഭയിൽ എന്നുള്ള നിലയിലേക്കാണ് മാറുന്നത്. നിങ്ങൾ കുറേ മാധ്യമങ്ങൾ ഇവിടെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ തള്ളിക്കളഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ അഴിഞ്ഞാടാനുള്ള അവസരം അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു. അതാണ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ഇവർ തങ്ങളുടെ കുട്ടികളെന്ന് K. സുധാകരനും VD സതീശനും വിശേഷിപ്പിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ധീരജ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു തള്ളുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘർഷം സൃഷ്ടിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാം എന്ന ലക്ഷ്യമാണ്, വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത് ലാഭം കൊയ്യാം എന്ന ലക്ഷ്യമാണ് VD സതീശനും സുധാകരനുമെല്ലാം ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അർദ്ധരാത്രി ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്നുള്ള
കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. അവിടെ SFI പ്രവർത്തകരും ആ ക്യാമ്പസിനകത്തുള്ള സെക്യൂരിറ്റി ജീവനക്കാരും മറ്റെല്ലാവരും സംയോജിതമായി ഇടപെടുകയും അവർ പോലീസിനെ വിളിക്കുകയും ചെയ്ത് ഇവരെ അവിടുന്ന് മാറ്റിയതുകൊണ്ട് മാത്രമാണ് ഇവരുദ്ദേശിച്ച രീതിയിലുള്ള സംഘർഷം ഇല്ലാതെ പോയത്. അതിന്റെ പേരിൽ ഇല്ലാത്ത കുറ്റവും സൃഷ്ടിച്ച് പറയട്ടെ, ഹോസ്റ്റലിനകത്താണല്ലോ അല്ല താങ്കൾക്കല്ല ഒരു കാര്യം, താങ്കൾക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നം എന്താ അറിയോ? മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടർമാർ ഇരുവശത്തുമുള്ള കാര്യങ്ങൾ സംരക്ഷണം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? അഭിപ്രായം ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഏകപക്ഷീയമായി അങ്ങ് തീർത്ത് കളയാമെന്ന് തീരുമാനിച്ചാൽ അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഇങ്ങനെ സംഘർഷം സൃഷ്ടിക്കാനും പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് കുഴപ്പമുണ്ടാക്കാനും എല്ലാം ശ്രമിച്ച് എന്നിട്ട് SFIയെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാകുമ്പോൾ SFI എന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ നിരവധി സംഭാവനകളുണ്ട്. ആ പ്രസ്ഥാനം നടന്നു വന്ന കനൽ വഴികളുണ്ട്. ആ വഴികൾ കേരളത്തിൻ്റെ നിയമസഭയിൽ വിശദീകരിക്കപ്പെടുമ്പോൾ എന്തിനാ ആളുകൾക്ക് പൊള്ളുന്നത്? അവർക്ക് പൊള്ളും. കാരണം ഈ പ്രസ്ഥാനത്തെ SFIയെ തകർക്കാൻ വേണ്ടി നിരവധിയായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ പാരമ്പര്യം അവർക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പാരമ്പര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് പറയാനില്ല. KSUവിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് എല്ലാം പരിശോധിച്ചാൽ അത് കാണാൻ വേണ്ടി കഴിയുമല്ലോ. എത്ര വിദ്യാർത്ഥികളെ ഇവർ കൊന്നു തള്ളിയിട്ടുണ്ട്. KSU നടത്തിയ അക്രമം എന്തായിരുന്നുവെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. SFI പ്രവർത്തകരെ മാത്രമല്ല, KSUവിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് അടയാളപ്പെടുത്തിയ കാര്യമുണ്ട്. സ്വന്തം പ്രവർത്തകരെ പോലും കൊന്ന അനുഭവം KSUവിനുണ്ട്. ഞങ്ങൾക്ക് ആ അനുഭവമില്ല. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു KSUക്കാരൻ്റെ ഇത്രയും SFIക്കാരെ നിരവധി പേരെ ഈ പറഞ്ഞ 35 മഹാഭൂരിപക്ഷം ആളുകളെ കേരളത്തിന്റെ ക്യാമ്പസിൽ KSUക്കാർ കൊന്നു തള്ളിയപ്പോൾ തിരിച്ച് ഞങ്ങൾ ചർച്ചയാകുമ്പോൾ അതിന്റെ ചരിത്രവും പുരാവൃത്തവും അല്ലല്ലോ ഇപ്പോൾ എന്തു നടന്നു എന്നുള്ളതാണ് നമുക്ക് സ്പെസിഫിക് ആയി അറിയേണ്ടത്. ആ വിഷയമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചത്. അതിൽ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് സജീഷിനോട് ചോദിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ജിൻഡോ ജോൺ, ഇത് കേവലം SFI KSU പ്രശ്നം എന്നുള്ള നിലയിൽ കാണേണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സമയമെടുത്ത് വിശദീകരിച്ചു കുറേ അധികം കാര്യങ്ങൾ. അത് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള സാഹചര്യത്തിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ഒരു പക്ഷത്തെ ന്യായീകരിച്ചല്ല സംസാരിക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യം ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിലാണ് പറയേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ SFIയുടെ ചരിത്രവും SFI നീന്തി കയറിയ ചോരച്ചാലുകളും SFIക്ക് നേരെ ഉണ്ടായിട്ടുള്ള മാധ്യമവേട്ടകളും ഞങ്ങൾക്കെതിരെ ആകെ ഉണ്ടാകുന്ന മാധ്യമവേട്ടകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഈ മട്ടിലുള്ള വളരെ എന്താ പറയുക ആവേശം അണികൾക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഈ വിഷയം, അതായത് ക്യാമ്പസുകളിൽ ചോര വീഴരുത്, ക്യാമ്പസുകളിലെ സംഘർഷം അവസാനിക്കണം എന്ന പോസിറ്റീവായ അർത്ഥത്തിലുള്ള ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷേ, നമ്മൾ ഇതിൽ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ മിക്കവാറും എല്ലാ ചർച്ചകളിലും LDFിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ SFIക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്ന ആളുകൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നമുക്ക് വല്ലാത്ത കൗതുകം തരുന്നതാണ്. കാരണം ഈ 2024 നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നതെന്നുള്ള യാതൊരു യാഥാർത്ഥ്യബോധവും ഇല്ലാതെയാണ് ഇവർ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിലെ പോലീസ് വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഇന്നും ഈ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളും ജില്ലാ അവലോകന മീറ്റിങ്ങിലും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഒരു പോയിന്റ്, അത് വീണ്ടും അദ്ദേഹം എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. ജീവൻ രക്ഷാപ്രവർത്തനമെന്ന് എന്താണ് ആ പരിപാടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഇന്ന് SFIക്ക് അനുകൂലമായിട്ട് SFIയെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പണ്ട് ഫിലിപ്പം പ്രസാദിനോട് KSFിൻ്റെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അവർക്ക് തീവ്രത കൂടുതലായതുകൊണ്ട് അവരെ മാറ്റിയിട്ട് പിന്നീട് പ്രത്യേക യോഗം ചേർന്ന് സമ്മേളനം ചേർന്ന് KSFിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയ പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിലെ പ്രതിയാക്കപ്പെട്ടിരുന്ന ആ പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് മാറുകയാണ്. അതല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി. അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, മുഴുവൻ ആളുകളുടെ മുഖ്യമന്ത്രിയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശമ്പളം നമ്മൾ കൊടുക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള തിരിച്ചറിവ് പിണറായി വിജയൻ ഇല്ലാതെ പോയി. അത് തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അവരുടെ തിരുത്തലിന്റെ മാതൃകയാണ് ഈ നടക്കുന്നത്. ഞാൻ തിരിച്ച്
ഈ സജീഷ് പറയുന്ന കേട്ടാൽ തോന്നും KSUവിൻ്റെ ആ ജില്ലാ സെക്രട്ടറി സ്വയം SFIക്കാർ താമസിക്കുന്ന ക്യാമ്പസ് ഹോസ്റ്റലിനകത്ത് കയറി സ്വയം ഭിത്തിയിൽ തലയിട്ടടിച്ച് സ്വയം ജനലിൽ കൈ മുറുക്കി പിടിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് പോലീസ് വന്ന് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെന്ന് നമുക്ക് തോന്നും. SFIക്കാർക്ക് ഒരു ബന്ധവുമില്ല. ഇവരുടെ ഇടിമുറിയിൽ നിന്ന് പോലീസ്, പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കിയ ഒരു KSUക്കാരൻ അവർക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഞങ്ങളും ക്യാമ്പസുകളിൽ പഠിച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. അത് പൊതുസമക്ഷത്തിൽ സമ്മതിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെ പറയൂ. പക്ഷേ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന, വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന കലാലയങ്ങളിൽ SFIയുടെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ നിലപാട് SFIക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിന് ശേഷം 25 വർഷത്തിന് ശേഷം അവിടെ സഹകരണ കോളേജിൽ KSU ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിലെ എമ്പാടും KSUവിന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുന്നത് SFIക്കെതിരെ ഉള്ള തരംഗം മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാർ ഈ SFI നടത്തുന്ന പേക്കൂത്തുകളെ എൻഡോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള എതിർപ്പ് കൂടിയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ ഒരു അവസാനിപ്പിക്കാം. ഇവിടെ ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. SFIയുടെ പ്രവർത്തനങ്ങൾ ഈ പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ MV ഗോവിന്ദൻ പരാമർശിച്ച പ്രതിച്ഛായ നശിപ്പിച്ച SFIയുടെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് സജീഷിന് പറയാൻ പറ്റുമോ? എങ്കിൽ ഏതൊക്കെയായിരുന്നു ആ പ്രവർത്തനങ്ങൾ? അതൊന്ന് പറയാമോ? ശരി, ഓക്കെ. ശ്രീ ഷാജർ ഖാൻ, രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതിലൊന്ന് കൊയിലാണ്ടി ഗുരുദേവ് കോളേജിലെ പ്രിൻസിപ്പാളിന് നേരിട്ട മർദ്ദനമാണ്. ഓഫീസ് മുറിയിൽ കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിനുശേഷം SFIയുടെ ഏരിയ നേതാവ് കാല് രണ്ടും കുത്തി ഈ ക്യാമ്പസിൽ കയറില്ല എന്നും ഇവരെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കേണ്ടി വരുമെന്നൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. ഇതൊക്കെ കഴിഞ്ഞ് ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ SFIക്കെതിരെയുള്ള മാധ്യമ വേട്ട ഇത് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായി, ഒരു എൻഡോഴ്സ്മെന്റായി മാറുമോ? മാറില്ലേ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറയേണ്ടിരുന്നത് അങ്ങനെയല്ല. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം, അതിനെ അപലപിക്കുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. പകരം SFI ഇടിമുറികളിലൂടെ വന്ന പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, SFI ഇടിമുറികൾക്ക് ജന്മം നൽകിയ പ്രസ്ഥാനമാണ്. നൂറുകണക്കിന് ഇടിമുറികൾ നിർമ്മിക്കുകയും അവിടങ്ങളിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. 2018 ജസ്റ്റിസ് PK ഷംസുദ്ദീൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അത് കൊണ്ടുവരികയും ചെയ്തല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളിപ്പോൾ SFIയുടെ അല്ലെങ്കിൽ അതേപോലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും ഒരു 90% ക്യാമ്പസുകളെയും നിയന്ത്രിക്കുന്ന, അവിടെ ഏകാധിപത്യം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ SFI. ആ SFI ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഈ മട്ടിൽ ആക്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം യഥാർത്ഥത്തിൽ SFI ഭരണകൂടത്തിന് വേണ്ടി പണിയെടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ SFI തയ്യാറല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏത് പ്രശ്നമാണ് SFI ഉന്നയിക്കുന്നത്? ഏത് സർഗാത്മക പ്രവർത്തനമാണ് കേരളത്തിലെ കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പകരം ഇപ്പോൾ ഈ അധ്യയന വർഷം തന്നെ ഗുരുതരമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ഇപ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനെതിരെ സമരം ചെയ്യേണ്ടുന്ന SFI ഇവിടെ ചെയ്തത്, കാര്യവട്ടം ക്യാമ്പസിൽ ചെയ്തത് എന്താണ്? KSU നേതാവിനെ ആക്രമിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഭീകരമായ ആക്രമണം ആ ക്യാമ്പസിൽ അഴിച്ചുവിട്ടു. അധ്യാപകനെ മർദ്ദിക്കുന്ന സംഭവം നമ്മൾ കണ്ടു. സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൻ്റെ വേദന വിട്ടുമാറിയിട്ടില്ല, നമ്മൾ കണ്ടതാണല്ലോ. അത്രയും പരസ്യമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിൽ SFI നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത കൊലപാതകം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് നേരിട്ട പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് SFI ആണ് എന്ന് വിലയിരുത്തിയതിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ SFIയെ ന്യായീകരിച്ചുകൊണ്ട്, കൊലവിളിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ CPMൻ്റെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകമായി SFIയും സംഘവും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ക്യാമ്പസുകളിലെ ജനാധിപത്യ അന്തരീക്ഷത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് അപ്പോൾ SFIയേക്കാൾ CPMനോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കോ ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല, ജനാധിപത്യ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല, വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ പാടില്ല. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതകളെ അടച്ചു കളയുകയാണ്. സ്വതന്ത്രമായ വിദ്യാർത്ഥി പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഏത് ക്യാമ്പസിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ചില കോളേജ് യൂണിയൻ ഇലക്ഷനിൽ മറ്റ് പ്രതിപക്ഷ സംഘടനകൾ വിജയിച്ചില്ലേ എന്നൊക്കെയുള്ള വളരെ ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കലാലയങ്ങളിൽ
സർഗാത്മക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? Yes. ജനാധിപത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഗൗരവപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നുണ്ടോ? SFI അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ശരി, ഓക്കെ, അതാണ് പുറത്തു നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ. ശ്രീ സജീഷ്, ഞാൻ ഇപ്പോൾ SFIയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. SFI ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയിലല്ല പ്രവർത്തിക്കുന്നത്. വളരെ പ്രാകൃതമായ ഒരു സംസ്കാരമാണ് പുലർത്തുന്നത്. അത് SFIക്ക് നിരക്കുന്നതേ അല്ല. SFI നേതാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല. പുതിയ SFIക്കാർക്ക് അവരുടെ ആശയത്തിന്റെ ആഴം അറിയില്ല, അവരുടെ കടമ അറിയില്ല. അതവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ, ഈ സംസ്കാരം തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി മാറും. ഇത് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ താങ്കൾക്ക് മാധ്യമ വിമർശനമെന്നോ മാധ്യമ വേട്ടയെന്നോ SFIയെ നശിപ്പിക്കാനുള്ള വർത്തമാനമെന്നോ ഒക്കെ പറയായിരുന്നു. ഇത് പറഞ്ഞത് ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ സെക്രട്ടറിയാണ്. അപ്പോൾ CPIയുടെ, നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയുടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് SFIയെ കുറിച്ച് തോന്നുന്നത് ഇതാണ്: ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറുന്നു SFI എന്ന്. അഭിലാഷ്, ഇപ്പോൾ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഓരോന്നോരോന്നായി തന്നെ പരാമർശിച്ചു പോകേണ്ടതുണ്ട്. ഒന്ന് താങ്കൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് പറയാം. ഒന്ന്, SFIയെ സംബന്ധിച്ചിടത്തോളം SFI ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ രാജ്യത്താകമാനം വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ശരിയും ശാസ്ത്രീയവുമായി ഇടപെട്ടുകൊണ്ട് സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും സ്വാധീനമില്ലാത്ത മേഖലകളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും സമരം നടത്തുകയും സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും എല്ലാം ചെയ്യുന്ന ആവേശകരമായ അനുഭവം രാജ്യത്തുടനീളം കാണാം. SFI ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുകയല്ല. KSUവും MSFും ചേർന്ന് UDSF എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന പോലെയൊന്നുമല്ല പൊതുവെ SFI മത്സരിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പിൽ SFI ഉയർത്തുന്ന ആശയം വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് SFIയുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായേക്കാം. ആ അഭിപ്രായത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോകണമെന്ന് ഞാൻ കരുതുന്നില്ല. മാധ്യമങ്ങൾ അത്രമേൽ വലിയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മുമ്പേ തുടങ്ങിയതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പലരും മാധ്യമങ്ങളുടെ പ്രചരണം വിട്ടേക്കൂ. മാധ്യമങ്ങളുടെ പ്രചരണം വിട്ടേക്കൂ. ഞാൻ കരുതുന്നത് CPIയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. SFI ഇടതുപക്ഷത്തിന് ബാധ്യതയായി തീരുമെന്ന് ഈ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഇടതുപക്ഷ പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറഞ്ഞത്. താങ്കൾ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ SFI വിരുദ്ധത കുറച്ച് മാറ്റിവെച്ച് ഞാൻ പറയുന്നത് ആ രീതിയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നത് നന്നാവും. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണകളുടെ അടിസ്ഥാനത്തിൽ പലരുടെയും അഭിപ്രായങ്ങളിൽ അങ്ങനെ പലതും വന്നേക്കാം. അത് വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവർക്ക് കൂടി ബോധ്യപ്പെട്ടോളും. അങ്ങനെ പത്രം വായിച്ച് പ്രതികരിക്കേണ്ട ആളാണോ CPI സംസ്ഥാന സെക്രട്ടറി? എങ്ങനെ അല്ല, ഞാൻ പറയട്ടെ അഭിലാഷ്, ഒരു കാര്യം, താങ്കൾ ഇങ്ങനെ പദാനുപദമാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പ്രയാസമുണ്ട്. വെറുതെ എന്തിനാണ് ചിലൊക്കെ പറയട്ടെ. ചർച്ച എത്ര കാലമായി അഭിലാഷ് തുടങ്ങിയിട്ട്, എന്നിട്ട് ഞങ്ങളെല്ലാം മോശക്കാർ, കയർത്ത് സംസാരിക്കുന്ന ആളുകൾ, നിങ്ങൾ അവതാരകർ അപ്പുറത്തിരിക്കുമല്ലോ, അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഞങ്ങളുടെ പെരുമാറ്റം മോശം, ഞങ്ങളുടെ രീതികൾ മോശം എന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഈ കാട്ടുന്ന കുറേ രീതികളുണ്ടല്ലോ, അത് മാറ്റിവെക്ക്. ഞങ്ങളോടും കുറച്ചുകൂടി സഹിഷ്ണുതാപരമായി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കട്ടെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവിടെ വെളിപ്പെടുത്തുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിന് ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ കാണേണ്ട കാര്യമില്ല. ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലേ? ചോദ്യങ്ങളോട് എന്തിനാണ് ഒരു ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു, അത്രേ ഉള്ളൂ. എനിക്കൊരു ബുദ്ധിമുട്ടും ചോദ്യങ്ങളിൽ ആവശ്യത്തിന് ചോദ്യങ്ങളായല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടേതായ മറുപടി ഒന്ന് പറയട്ടെ അഭിലാഷ്. എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത്? എനിക്ക് പറയാനാച്ചാൽ ഏറെ ഉണ്ട്, പക്ഷെ ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഓരോ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ തടസ്സപ്പെടുത്താതെ തികഞ്ഞ SFI വിരുദ്ധതയും ഇടതുപക്ഷ വിരുദ്ധതയും മാത്രം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുന്ന ആളുകൾ ഉൾപ്പെടെ നിങ്ങൾ നിഷ്പക്ഷനാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് ഈ ചർച്ചയിൽ. അവരുൾപ്പെടെ സ്വച്ഛന്തമായി പറഞ്ഞുപോയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കും മറുപടി പറയണ്ടേ? അതങ്ങ് പറഞ്ഞു പോട്ടെ. ഞങ്ങൾ പറയുന്ന മറുപടി ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ അവർ തിരുത്തിക്കോളും. നിങ്ങളതിൻ്റെ ഇടയിൽ പറയാനേ അനുവദിക്കില്ല എന്നുള്ള രീതി ഒന്ന് ഒഴിവാക്കുക അഭിലാഷ്. എന്തിനാണ് അങ്ങനെ? നിങ്ങൾക്ക് ആവശ്യത്തിന് ഈ ചർച്ചയിൽ ഞങ്ങളുടെ സംസാരം കുറയ്ക്കാനും എല്ലാം കഴിയുന്നുണ്ട്, നിങ്ങളുടെ റൂട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. ഞങ്ങൾക്കത് നല്ല ധാരണയുണ്ട്. എന്നിട്ടും ഞങ്ങൾ പരമാവധി സമയം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്.
അല്ലാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഔദാര്യം പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ എല്ലാ വേർഷനുകളും പറഞ്ഞു കളയാമെന്നുള്ള വ്യാമോഹത്തിലൊന്നും വരുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം, ഈ തരത്തിൽ SFIക്കെതിരായി വ്യാപകമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ കാണേണ്ടത് എങ്ങനെയാണോ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുനിന്ന് വന്ന് പൈനാവിൽ ധീരജിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത്, അതുപോലെ ആസൂത്രണം ചെയ്ത് സംഘർഷമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യം ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വഴിയെ നിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ വന്ന് ഈ ക്യാമ്പസിനകത്ത് അക്രമം കാട്ടി അതിൻ്റെ ഭാഗമായി അവരെ പിടിച്ചു വെച്ചതാരാ? SFI ഇടിമുറിയുണ്ട് എന്നൊക്കെ അങ്ങ് പറയുകയാണ്. അവിടെ പരിശോധിച്ചോ? നിങ്ങൾ അവിടെയുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചോ? കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നല്ല നിലവാരത്തിലുള്ള മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളോട് അഭിപ്രായം ചോദിക്കുക, ഹോസ്റ്റലിലുള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കുക. ഇവിടെ ഇവരുണ്ടാക്കിയ തിരക്കഥ മാത്രം പ്രചരിപ്പിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. അവിടെ ഈ പറഞ്ഞ അക്രമകാരികളെ പൂട്ടിയിട്ടതാണോ? ആര് പൂട്ടിയിട്ടിട്ടുണ്ട്? അവിടെ സെക്യൂരിറ്റി ജീവനക്കാരല്ലേ ഇവിടെ തടഞ്ഞു വെച്ചത്, ഇവിടെ അക്രമം കാട്ടിയ ആളുകളെ. എന്നിട്ട് SFIക്കാരെ തന്നെയല്ലേ പോലീസിനെ വിളിച്ച് ഇവരെ പോലീസ് കൊണ്ടുപോയത്. വളരെ സംയമനത്തോടു കൂടി നിലപാട് സ്വീകരിച്ചതല്ലേ. ഇവരുടെ ലക്ഷ്യം വേറെയായിരുന്നു. അതിനൊരുങ്ങി വെച്ച ആളുകളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും കൊയിലാണ്ടി ഗുരുതര പറയട്ടെ. അല്ല, കൊയിലാണ്ടിയുടെ കാര്യം പറയുന്നു. അപ്പൊ കാര്യവട്ടം ക്യാമ്പസിന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. കാര്യവട്ടം ക്യാമ്പസ് നോക്കൂ. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ ഈ പറയുന്ന ഹോസ്റ്റലിൽ 2 വർഷം താമസിച്ച് പഠിച്ച ആളാണ്. അവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറിയുമായിരുന്നു. അവിടെ ഇടിമുറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ അവിടെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. പക്ഷേ കാര്യവട്ടം ക്യാമ്പസിൽ SFIക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു അന്തരീക്ഷമാണ് എല്ലാ കാലത്തും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ SFI അല്ലാതെ വേറൊരു സംഘടന ഉണ്ടായിരുന്നു പോലുമില്ല. ഇപ്പോഴാണ് KSUവിന് യൂണിറ്റെങ്കിലും ഉള്ളത്. ഇനി ഇതിൻ്റെ ഇപ്പോഴത്തെ വസ്തുത, മുഖ്യമന്ത്രി പറഞ്ഞ വസ്തുതയൊക്കെ എടുക്കുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഹോസ്റ്റലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് KSUക്കാരും പുറത്തുനിന്ന കോൺഗ്രസ്സുകാരുമാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് നോക്കൂ, ഈ ക്യാമ്പസിനകത്തെ ഇൻസിഡന്റിൽ 15 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. KSU പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ 20ഓളം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും 2 MLA-മാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ബാക്കി 20ഓളം SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അക്കാര്യത്തിലെ പോലീസ് കേസിന്റെ കാര്യം നിൽക്കുന്നത്. അപ്പോൾ ക്യാമ്പസിനകത്ത് നടന്ന കാര്യത്തിൽ ആക്രമണം ഏറ്റത് നിങ്ങൾക്കല്ല, KSUവിനാണ്. പോലീസിന്റെ കേസും വന്നിരിക്കുന്നത് നിങ്ങൾക്കെതിരെയാണ്. ഒന്നാമത്തെ കാര്യം. ശരി, അങ്ങനെ പരാതിയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ചിലപ്പോൾ നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് സമരം ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ സമരം ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് വേറെ ഒരു സംഘം ആളുകൾ വരികയാണ്. KSUക്കാർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്താൽ എന്താ SFIക്കാർക്ക് കുഴപ്പം? SFIക്കാർ അതിന്റെ പുറകെ പോയി അവിടെ സംഘർഷം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? MLA ഈ സമര സ്ഥലത്തേക്ക് വരുമ്പോൾ അയാളെ പിടിച്ച് തള്ളേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ സജീഷ്, SFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്ന ഒരു നില സ്വീകരിക്കുകയും അക്രമങ്ങളെ തള്ളിപ്പറയുകയും, ഇതൊക്കെ ചെറിയ കുട്ടികളുടെ ആവേശമല്ലേ, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ ഇതിനെ എൻഡോസ് ചെയ്യുന്നില്ല, ഇത് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുകയും ചെയ്താൽ അത് പൊതുസമൂഹത്തിന് എത്ര സ്വീകാര്യമായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അഭിലാഷ്, ഒരു കാര്യം, നിങ്ങൾ തിരക്കഥ പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള സെന്റൻസ് ആണ് താങ്കൾ ഇത്ര നേരവും ഇവിടെ അവതരിപ്പിച്ചത്. പറയട്ടെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ലൈബ്രറി ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്ത് അക്രമം കാട്ടി KSUവിനെതിരായിട്ട് ഉൾപ്പെടെയുള്ള പരാതിയും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാണ് അവിടെ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. പരസ്പരം സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൻ്റെ ഭാഗമായി അവർ പിന്നെ കുറേ നുണക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഇടിമുറിയുണ്ട്, ആ ഇടിമുറിയിൽ പൂട്ടിയിട്ടു, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു രീതിയും ആ ക്യാമ്പസിനകത്തില്ല. മികച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഏറ്റവും ഉയർന്ന റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണത്. NACന്റെ A++ അംഗീകാരം നേടിയ ഒരു സ്ഥാപനമാണ്. ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ ഏതെങ്കിലും കുഴപ്പക്കാരോ അക്രമം കാണിക്കുന്ന ആളുകളോ അല്ല അവിടെ പഠിക്കുന്നത്. അവിടെ പുറത്തുനിന്ന് വന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ സെക്യൂരിറ്റി ജീവനക്കാരുൾപ്പെടെ തടഞ്ഞു വെച്ചതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയിൽ നിന്നുകൊണ്ട് ഇവർ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ബോധപൂർവമല്ലെങ്കിലും ആണെങ്കിലും ഒരു കാര്യം, K.സുധാകരൻ ടീം കേരളത്തിൽ ആസൂത്രണം ചെയ്ത ഒരുപാട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്കുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് നാം അറിയാതെയെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ
ധീരജിനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ മാറും. അല്ല, ഇപ്പോഴും ആവർത്തിച്ച് സജീഷ് ഈ ധീരജിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മറക്കാൻ വേണ്ടി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2021 അവസാനം ഡിസംബർ മാസത്തിലാണ് ഈ ധീരജിന്റെ കൊലപാതകം നടക്കുന്നത്. തുടർച്ചയായ എത്ര ദിവസങ്ങളിൽ ഈ ഫ്ലോറിൽ അതിരൂക്ഷമായി അതിനെ വിമർശിച്ച്, അന്ന് കോൺഗ്രസ് ആയിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ, കോൺഗ്രസിനെ അല്ലെങ്കിൽ KSUവിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച് എത്ര ചർച്ച നടന്നു. ഇവിടെ റിസീവിംഗ് എൻഡിൽ നിങ്ങളാണ്, SFI ആണ്. SFI കൊയിലാണ്ടി കോളേജിൽ കാണിച്ചു കൂട്ടിയത് എന്തെല്ലാമാണെന്ന് ഞാൻ താങ്കളോട് പറയണ്ടല്ലോ. അപ്പൊ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ, അതിനെ ഈ ധീര രക്തസാക്ഷികളുടെ 35 പേരുടെ കഥ പറഞ്ഞ് അതിന് ഒരു തരത്തിലുള്ള ശുഭ്രപതാക പുതപ്പിച്ചു കൊടുക്കാതെ അതിനെ തള്ളിക്കളഞ്ഞ് അതിനെ നിരാകരിച്ച്, ഇത് പാടില്ലായിരുന്നു, തെറ്റായിപ്പോയി, ഇനി ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കില്ല അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് പൊതുസമൂഹത്തിന് എത്ര സ്വീകാര്യമായേനെ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതെ, അതിന് മറുപടി പറയാൻ താങ്കൾ അനുവദിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതായത് ദയവ് ചെയ്ത് മാതൃഭൂമിയുടെ ഒരു സാമാന്യമായി നിഷ്പക്ഷമായി മാധ്യമപ്രവർത്തനം നടത്തും എന്ന് അഭിലാഷിന് ബോധ്യമുള്ള, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അഭിലാഷ് നടത്തുന്ന മാധ്യമപ്രവർത്തനം നിഷ്പക്ഷമാണെങ്കിൽ കോഴിക്കോട് ആ പറഞ്ഞ ഗുരുദേവ കോളേജിലേക്ക് ആളെ വിട്ട് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. മനുഷ്യത്വത്തിൻ്റെ പേരിൽ, മനസാക്ഷിയുടെ പേരിൽ. അവിടെയുള്ള ഈ പ്രധാന അധ്യാപകൻ അവിടുത്തെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ന്യായീകരിക്കുന്ന ആൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ സ്വയം പോയൊന്ന് മനസ്സിലാക്കുക. അവിടെയുള്ള അധ്യാപികമാരോട് എങ്ങനെ പെരുമാറി, അവിടെയുള്ള വിദ്യാർത്ഥിനികളോട് എങ്ങനെ പെരുമാറി, അവിടെ എന്തെല്ലാമാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അവിടുത്തെ യൂണിയൻ പ്രവർത്തനം അദ്ദേഹം എങ്ങനെ മുടക്കി, അതുപോലെ തന്നെ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ രീതി എന്താണ് എന്നും അവിടെ പോയി നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം നടത്തി. എന്നിട്ടാണ് ആർക്കെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പട്ടങ്ങൾ ചാർത്തി കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അത് മനസാക്ഷിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു വെക്കുകയാണ്. അതിലപ്പുറത്തേക്കൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച് നോക്കണം. അവിടെ SFIൻ്റെ ഏരിയ പ്രസിഡന്റിൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചിട്ട് താങ്കൾ പരിശോധിച്ച് ഇതൊന്നും കൃത്രിമമായി സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്നൊന്നുമല്ലല്ലോ. മാതൃഭൂമിക്ക് ഒരു ലേഖകൻ ഉണ്ടെങ്കിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് രേഖകൾ പരിശോധിക്കുക. ആ ചെറുപ്പക്കാരൻ 6 മാസത്തേക്ക് കേൾവി ശക്തി പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ആ നിലയിലുള്ള ആക്രമണമാണ് നടത്തിയത്. അതിൻ്റെ വിഷ്വൽ പോലും സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് അഭിപ്രായം ചോദിക്കാനോ തയ്യാറാകാതെ ഒരു വശത്ത് SFI ആണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റാണ്. നിങ്ങളുടെ SFI അയച്ചു തന്ന വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അധ്യാപകൻ വിദ്യാർത്ഥിയല്ല പുറത്തുനിന്ന് വന്ന SFIയുടെ ഏരിയ നേതാവിനെ മർദ്ദിച്ചെങ്കിൽ അത് നിയമപരമായ മറുപടിയില്ലേ, നടപടിയില്ലേ? അതല്ലാതെ പ്രിൻസിപ്പാളിനെ ഓഫീസിൽ കയറി തല്ലുക, അതുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടുത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസിന്റെ കൈവശമുണ്ടല്ലോ, കൊയിലാണ്ടി പോലീസിന്റെ കൈവശമുണ്ടല്ലോ. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് നിങ്ങളല്ലേ. മറ്റു ദൃശ്യങ്ങളും പരിശോധിച്ച് പ്രിൻസിപ്പാളിനെതിരെ നടപടി എടുക്കാമല്ലോ. പ്രിൻസിപ്പാൾ ഒരാളെ അകാരണമായി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കാരണം ഉണ്ടായിട്ട് മർദ്ദിച്ചിട്ടുണ്ടെങ്കിലും ആയിക്കോട്ടെ, നിയമപരമായ നടപടിയല്ലേ വേണ്ടത്. അല്ലാതെ പ്രിൻസിപ്പാളിനെ 2 കാലും കുത്തി ക്യാമ്പസിനകത്തേക്ക് കയറ്റില്ല എന്ന് പ്രഖ്യാപിക്കുകയും നെഞ്ചിൻ കൂടിനകത്ത് നെരിപ്പോട് കത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണോ ചെയ്യാറ്? അയാളെ ഓഫീസിൽ കയറി തല്ലുകയാണോ ചെയ്യാറ്? ഈ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി എന്ന് ശ്രീ സജീഷിന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഈ അഭിലാഷ്, താങ്കൾ ഉദ്ദേശിച്ചു വന്ന രീതിയിലല്ലാതെ ഈ ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് എനിക്കറിയാം. അത് നല്ല ധാരണയുണ്ട്. പിന്നെ അതിലപ്പുറത്തേക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ മാതൃഭൂമിയിൽ ഉണ്ടെങ്കിൽ അയക്ക്, എന്നിട്ട് ആ വാർത്ത നിങ്ങൾ സംപ്രേഷണം ചെയ്യും, എന്നിട്ട് നമുക്ക് കാണാം. അല്ല, അതിലെന്താണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല, നമുക്ക് ആ കാര്യം തീരുമാനിച്ചിട്ട് ബാക്കി അല്ല, ഈ SFIയുടെ ഏരിയ പ്രസിഡന്റിനെ അടിച്ച് അദ്ദേഹത്തിന്റെ പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഫാക്ട് എങ്കിൽ ഞാൻ അതിനെ നിഷേധിച്ചിട്ടില്ലല്ലോ. ആരും ശരി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് വാദിക്കുന്നില്ലല്ലോ. അതിനുള്ള പ്രതിവിധി ഇതാണോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു SFIയുടെ ഏരിയ പ്രസിഡന്റിനെ പ്രിൻസിപ്പാൾ മുഖത്തടിച്ചു, അതുകൊണ്ട് അതിന് പ്രതിവിധിയായിട്ട് അത് തിരിച്ച് ചെവിക്കല്ലടി അടിച്ചു പൊട്ടിക്കാൻ ആരോ പോയിട്ടുണ്ടോ? ആ ദൃശ്യങ്ങൾ ഇന്നലെ കണ്ടതാണ്. അതേ രീതിയിലാണോ പ്രതികരിച്ചുള്ളൂ? അതേ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി പോയിട്ടില്ല. അതേ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി പോയിട്ടില്ല. മാത്രമല്ല, സംസ്ഥാനത്തിൽ വന്ന ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. ഒന്നുകൂടി കാണിക്കേണ്ട കാര്യമുണ്ടോ? കാണിക്കാം. സംസാരത്തിൽ വന്ന പോരായ്മകൾ, ആ പോരായ്മകൾ തിരുത്തി പോകും. അതിലൊന്നും തർക്കമില്ല. അത്തരം പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തും. പക്ഷേ ഏകപക്ഷീയമായി സംഘർഷമുണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും ആ ക്യാമ്പസിനകത്ത് സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പോരായ്മകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ച് പോകണം. ഏകപക്ഷീയമായ ആക്രമണങ്ങളല്ല.
ആരുടെ നേരെയും നടത്തേണ്ടത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് തെറ്റും ശരിയും വിലയിരുത്താനാണ് പറയുന്നതെങ്കിൽ ആ രീതിയിൽ പറയുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ എങ്ങനെയെല്ലാം ഈ പ്രസ്ഥാനത്തെ അവമതിക്കാൻ വേണ്ടി കഴിയുമോ ആ അവമതിക്കലിന് മാത്രമായി ഈ ആവശ്യങ്ങൾ ഈ അവമതിക്കലിന് മാത്രമായി ഈ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു കാര്യം അവമതിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ KSUവിനെ പറ്റി പറയുന്നുണ്ടോ? അക്രമം കാണിച്ചപ്പോൾ എപ്പോഴാണ് പറയാതിരുന്നത്? വിദ്യാർത്ഥിയെ ഇടുക്കിയിൽ കൊല്ലപ്പെട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പഴയ ഫയൽസ് നോക്കിയാൽ കാണാലോ. KSU അക്രമം കാണിച്ചാൽ KSUവിനെ പറ്റി പറയും, ABVP അക്രമം കാണിച്ചാൽ ABVP പറ്റി പറയും, SFI അക്രമം കാണിച്ചാൽ SFI പറ്റി പറയും. അത് നിങ്ങളെ നശിപ്പിക്കാനാണ് എന്നുള്ള നിലയിലൊന്നും എടുക്കണ്ട. തെറ്റാര് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാം, അത് തിരുത്തേണ്ടതാണ്. ഇത് സജീഷിനെ പോലെ ഒരു സീനിയർ യുവ നേതാവ് ന്യായീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ആശ്ചര്യജനകമാണ്. നിങ്ങൾ ചെയ്ത ആ കോളേജിലാവട്ടെ കാര്യവട്ടത്താവട്ടെ ചെയ്ത കാര്യങ്ങളിൽ ആത്മാർത്ഥമായ ഒരു ഖേദപ്രകടനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് സമൂഹം അർഹിക്കുന്നില്ലേ? സജീഷൻ CPM നന്നാവും തോന്നുന്നില്ല. അല്ല ഒരു കാര്യം, ആരാണ് അപ്പുറത്ത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നന്നാവാൻ തീരുമാനിച്ച ഒരാളപ്പുറം ഇരിക്കുന്നുണ്ട്. അതാരാണ് അഭിലാഷേ? അത് കൂട്ടത്തിലുള്ള ആളാണ്. എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ സുധാകരന്റെ അനുയായിയല്ലേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? ഷാജിർ ഖാൻ എന്ന് പറയുന്ന ആരാന്ന്? ഇവർക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു യൂണിഫോം ഇട്ടിട്ട് ഇവർക്ക് വേണ്ടി മാത്രം ഇത്തരം വിഷയങ്ങൾ മാത്രം വരുമ്പോൾ വിഷയം വരുന്ന സമയത്ത് മാത്രം ചർച്ചയിൽ വരികയും വിദ്യാഭ്യാസ പ്രവർത്തകനാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾ അപ്പുറത്തേക്കൊന്നും ഞാൻ കാണുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അദ്ദേഹം ഇവരൊന്നും പറഞ്ഞ എല്ലാ കാര്യത്തിലും കടക്കാൻ പോലും പറ്റിയിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ SFI എന്ത് ഇടപെടുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ പോരാട്ടം നടത്തുന്ന വേറെ ഏത് വിദ്യാർത്ഥി സംഘടനയാണ് ഉള്ളത്? ഷാജിർ ഖാനെ പോലെയുള്ള ആളുകൾ പറയണ്ടേ? ഏത് സംഘടനയാണ് ഉള്ളത്? അതിന്റെ ബദൽ നിർദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ കമ്മീഷനെ വെക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന സർഗാത്മകമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI തന്നെയാണ്. അതുകൊണ്ടാണ് SFI ജയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ SFIയെ തെരഞ്ഞെടുക്കുന്നത്. ചില തെരഞ്ഞെടുപ്പുകൾ തോൽവി ഉണ്ടായേക്കാം, എന്നാലും മഹാഭൂരിപക്ഷം വരുന്ന സർവകലാശാലകളിലും ക്യാമ്പസുകളിലും എല്ലാം SFI ഇപ്പോഴും നിലനിൽക്കുന്നത് SFI ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇത് തുടങ്ങിയ കാലം മുതൽ നടന്നിട്ടുണ്ട്. ആദ്യമായൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ ഇക്കൂട്ടർ SFIക്ക് ഒരു ആഹ്ലാദ പ്രകടനം പോലും നടത്താൻ വേണ്ടി സമ്മതിച്ചിട്ടില്ലല്ലോ. പകരം അവരെ കൊന്നുതള്ളുകയാണ് ചെയ്തത്. വിലാപയാത്രയായിട്ടാണ് ഈ ചരിത്രത്തിന്റെ ഭാഗമായി. അല്ല, പഴയതല്ല, ധീരജ് വരെ എത്തി നിൽക്കുമ്പോൾ അതിന് പകരം അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോയിട്ടില്ല SFI. ശരി, അതാണല്ലോ SFIയുടെ പോയിന്റ്. എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശരി, അതാണ് ഇവർ ഇത്ര ആളുകളെ കൊന്നു തള്ളിയിട്ടും ഈ പറയുന്ന മാന്യന്മാർ, കോൺഗ്രസുകാർ, VD സതീശന്റെയും ഈ പറഞ്ഞ സുധാകരന്റെയും KSU കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊന്നു തള്ളിയപ്പോൾ തിരിച്ച് ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടില്ല. ഒരു അമ്മയുടെയും കണ്ണുനീര് ഈ കേരളത്തിൽ വീണിട്ടില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾക്കത് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണോ? ശരി, തിരിച്ചടിക്കാറില്ല SFI എന്നുള്ളതാണ് SFIയുടെ അല്ലെങ്കിൽ CPMന്റെ വാദമെങ്കിൽ അങ്ങനെ ഓക്കെ. ഞാൻ ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും പറയട്ടെ. അതുകൊണ്ട് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ SFIയുടെ കൂടെ നിൽക്കുന്നതും. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ BJP രാജ്യം ഭരിക്കുന്നത് ആരുടെയും കണ്ണീരോ മറ്റു സംഗതികളോ ഒന്നും വീഴ്ത്താത്തതുകൊണ്ടായിരിക്കുമല്ലോ. വിജയിക്കുന്ന ആളുകൾ എല്ലാവരും നന്മ ചെയ്യുന്ന ആളുകൾ. പിന്നെ അഭിലാഷ് പറയേ, SFIക്കാർ തിരിച്ച് ഈ ധീരജനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നപ്പോ തിരിച്ചു കൊന്ന ആളെ പേര് പറയും, ഒരു KSUക്കാരന്റെ പേര് പറയും. എനിക്കറിയില്ല. ഇപ്പൊ കൊന്നാല് മാത്രമേ ഒരാളുടെ പേര് പറയേ, കൊന്നാല് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പുറത്തുള്ള പാനലിസ്റ്റ് പറയട്ടെ. അല്ല, ഇപ്പൊ SFIക്കാര് KSUക്കാരെ കൊന്നിട്ടില്ല. ജീവച്ഛവമാക്കിയാരാണ്? സൈമൺ ബിട്ടോ ഉൾപ്പെടെയുള്ള ആളുകളെ ജീവച്ഛവമാക്കി കളഞ്ഞത്, ജീവിക്കുന്ന രക്തസാക്ഷിയാക്കിയത് ഈ KSUക്കാരല്ലേ, കോൺഗ്രസുകാരല്ലേ? തിരിച്ചങ്ങനെ ഒരാളുടെ പേര് പറയേ. അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊന്നിട്ട് മാത്രമേ ഉള്ളൂ എന്ന ചോദ്യം ചോദിച്ചു. കൊന്നിട്ടില്ല. ആ തരത്തിൽ ഞങ്ങൾ അങ്ങനെ ആരുടെയും കണ്ണ് നനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ഗാന്ധിയൻ മാതൃകയിൽ മാത്രം ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനമാണോ SFI? പറയൂ. എനിക്ക് അങ്ങനെ ഒരു എന്നാ പറയൂ. അഭിലാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അഭിലാഷ് പറയൂ.
അഭിലാഷ് പറയൂ. എന്താ പറയേണ്ടത്? KSUക്കാരന്റെ പേര് KSUക്കാർ പറയും. എനിക്കറിയില്ല. ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് SFI ഇങ്ങനെയായി മാറിയത്. തിരിച്ചടിക്കുമ്പോൾ രക്തസാക്ഷികൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ സംസാരിക്കുന്ന രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്ന നമ്മളിപ്പോ സംസാരിക്കുന്നത് അതിക്രൂരമായ ആക്രമണത്തിന് വിധേയമായ ഒരു പേര് പറയേ. അഭിലാഷ് പറയൂ. കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പരുമല കോളേജിൽ നദിയിൽ മുങ്ങി മരിച്ച ABVP വിദ്യാർത്ഥികൾ നീന്തൽ അറിയാത്തത് കൊണ്ട് മരിച്ചതായിരിക്കുമല്ലോ. അങ്ങനെ എത്രയോ അങ്ങനെ ക്യാമ്പസുകളിൽ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ എന്തൊക്കെ കൊണ്ടുവരികയാണ് ഉത്തരം മുട്ടിയപ്പോ. എന്ത് BJP-യുടെ കേസ് അങ്ങനെയാണോ? ആ കേസ് എങ്ങനെയാണ് അഭിലാഷ് ന്യായീകരിക്കാൻ വേണ്ടി വെച്ച ഈ കേസ് അങ്ങനെയാണോ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അക്രമ സംഭവവും ഇല്ല കേരളത്തിൽ എന്നാണോ? FIR എടുത്ത് വായിച്ചു നോക്ക്. SFI പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അക്രമ സംഭവവും ഇല്ല കേരളത്തിൽ എന്നാണോ? FIR എടുത്ത് വായിച്ചു നോക്ക്. കേസ് ഒന്ന് പരിശോധിക്കുക. SFI പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇത് അഭിലാഷ് ഉത്തരം മുട്ടിയപ്പോൾ എടുത്തുകൊണ്ടുവന്ന BJP ന്യായീകരണമാണ്. ഒരു BJP ന്യായീകരണമല്ല. SFI പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അക്രമവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ശരി, ഓക്കെ. അല്ല, SFI പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അതിക്രമവും കേരളത്തിൽ ഇല്ല എന്ന് അത് ജനങ്ങൾ സ്വീകരിച്ചോട്ടെ, ജനങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമെടുത്തോട്ടെ. ഇവിടെ ശ്രീ ജിൻഡോ, ഇത് അതാ ഞങ്ങളല്ല അക്രമം കാണിക്കുന്നത്, നിങ്ങളാണ്. അഭിലാഷ് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, KSUക്കാരന്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞപ്പോ ABVP കാര്യം കൊണ്ടുവന്നിട്ടത് എന്തിനാണെന്ന് എനിക്കറിയാം. അല്ല, അത് അങ്ങനെയാണോ? പരുമല കേസ് അങ്ങനെയാണോ? പരുമല കേസ് അങ്ങനെയാണോ? അഭിപ്രായം ഉണ്ടോ? എങ്ങനെയാണ് അഭിപ്രായം ഉണ്ടോ? ആ ക്യാമ്പസിലെ എങ്ങനെയാണ് അവിടെ ABVP വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത്? എങ്ങനെയാണ് അവിടെ ABVP വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത്? അതിന്റെ FIR എന്താ ഉള്ളത്? അവര് കുളിക്കാൻ ഇറങ്ങിയപ്പോ മുങ്ങി മരിച്ചതാണോ? അവരുമായി ബന്ധപ്പെട്ട FIR-ഉം ആ കേസിന്റെ കാര്യങ്ങളും. കുളിക്കാൻ ഇറങ്ങിയപ്പോ മുങ്ങി മരിച്ചതാണോ? FIR എടുത്ത് പരിശോധിച്ച് നോക്ക്. അല്ല, കുളിക്കാൻ ഇറങ്ങിയപ്പോ മുങ്ങി മരിച്ചതാണോ? അവരെ ആരെയും ആക്രമിച്ചു മരിച്ചതാണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആ നിലയ്ക്ക് ചർച്ച ചെയ്യണോ? പറയൂ ശ്രീ ജിൻഡോ, പറയൂ. ഞങ്ങളല്ല, നിങ്ങളാണ് അക്രമികൾ, KSU ആണ്, കോൺഗ്രസ് ആണ് അക്രമികൾ എന്നുള്ളതാണ് CPM-ന്റെ പോയിന്റ്. പറയൂ, മറുപടി പറയൂ. അല്ല അഭിലാഷേ, ഇന്ന് ഞാൻ അത്ഭുതകരമായിട്ട് ഒരു കാര്യം കേട്ടു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവന്റെ ഒരു പ്രസ്താവന. അത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ മാധ്യമ സൃഷ്ടിയാണെന്ന് ഇവർ പറയുമെന്ന് അറിയില്ല. കേരളത്തിലെ പാർട്ടി പൂതലിച്ച അവസ്ഥയിലെത്തി എന്ന് പറയുന്നു. അതായത് ദ്രവിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നതെന്നറിയോ? ഇപ്പം ഈ ചർച്ചയിൽ നടക്കുന്ന ന്യായീകരണമൊക്കെ അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ്. നമുക്കൊരു പ്രശ്നം പറ്റിയാൽ, നമ്മുടെ കുട്ടികൾക്കൊരു അബദ്ധം പറ്റിയാൽ അത് അബദ്ധമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പണ്ട് നടന്നിട്ടില്ലേ, പണ്ട് പലരും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി ചെയ്ത അതേ നടപടി തന്നെ ഇവിടെ സജീഷ് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബംഗാളിലേക്കുള്ള ദൂരം കേരളത്തിന് കുറയുന്നു എന്ന് പ്രകാശ് കാരാട്ടും പറയുന്നത്. ഇവിടെ SFI CPM-ന്റെ പ്രതിച്ഛായ മോശമാക്കി എന്ന് MP ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെ ഖണ്ഡിക്കാൻ ഈ പറഞ്ഞ സജീഷിന് സാധിക്കുമോ? ബിനോയ് വിശ്വം ഇടതുപക്ഷത്തിന്റെ അർത്ഥമറിയാത്തവരാണ് കേരളത്തിലെ SFI-ക്കാർ എന്ന് പറഞ്ഞത് ഏതെങ്കിലും മാധ്യമ സൃഷ്ടി വിശ്വസിച്ചുകൊണ്ട് പറയുന്നതാണ്. കൂടുതൽ കൂലങ്കഷമായിട്ടുള്ള പഠനത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറുമെന്നാണ് സജീഷ് പറയുന്നത്. എങ്കിൽ ജനയുഗം എഴുതിയിട്ടുണ്ട്, ഫാസിസ്റ്റ് കഴുക കൂട്ടങ്ങളാണ് SFI എന്ന്. അത് ഇതേവരെ തിരുത്തിയതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്കൊന്ന് തിരുത്താൻ പാടില്ലായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, SFI-യുടെ അഖിലേന്ത്യാ കമ്മിറ്റി നേതാവ് ഹസൻ മുബാറക്ക് ചാലക്കുടിയിലെ SI-നെ തെരുവ് പട്ടിയെ പോലെ തല്ലുമെന്ന് പറഞ്ഞത് ന്യായീകരിക്കാവുന്ന ഒരു മാതൃകയാണോ? കൊയിലാണ്ടി കോളേജിലെ SFI നേതാവ് പ്രസംഗിച്ചതിനെ കുറിച്ച് താങ്കൾ ന്യായീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, സജീഷ് ഈ ചർച്ചയിൽ ന്യായീകരിച്ചു. പക്ഷേ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ആ ആർഷോ പോലും ഇന്നലെ മറ്റൊരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. കൊയിലാണ്ടിയിലെ SFI-യുടെ നേതാവിന്റെ പ്രസംഗം ശരിയായില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ സജീഷ് പോലും അത് അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ പാർട്ടിയിൽ എന്താ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ? ഇനി രണ്ടാമത്തെ നിങ്ങൾ പറയുന്നത് ഈ ശാസ്ത്രീയ മാർഗത്തിലൂടെ സമര പരിപാടികൾ ആവിഷ്കരിക്കുന്ന കാലാനുസൃതമായ പ്രവർത്തനങ്ങളാണ് SFI കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. എവിടെ ഒരു പ്രിൻസിപ്പളിന് ശവപ്പെട്ടി ഒരുക്കുന്നത്, മറ്റൊരു പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുന്നത്, വേറൊരു പ്രിൻസിപ്പളിന് കുടീരം ഒരുക്കുന്നത്, അതിനെ ഇൻസ്റ്റലേഷൻ ആട്ടുന്ന MA ബേബിയെ പോലുള്ള ആളുകൾ പുകഴ്ത്തിപ്പാടുന്നത്, 21 അധ്യാപകരെ മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അധ്യാപികയുടെ കൈ പിടിച്ച് തിരിക്കുന്നത്, ASF വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുന്ന SFI-യുടെ
സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്, മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നത്, ASFന്റെ തന്നെ ഒരു നേതാവ് സുമേഷ് സുധാകരനെ തല്ലി കൊല്ലാറാക്കി 123 ദിവസം ജയിലിൽ ആശുപത്രിയിലാക്കുന്നത്. അതിനുശേഷം അതേ ASF നേതാവ് പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ KSUക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു ക്യാമ്പസിലും തല്ല് കിട്ടിയിട്ടില്ല, SFIക്കാരിൽ നിന്നാണ് അക്രമം കിട്ടുന്നതെന്ന്. അതിന് നിങ്ങൾ പറയുന്ന മറുപടി, ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്നിട്ടുള്ള സംഘടനയാണെന്ന്. ശരിയായിരിക്കാം, നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിനൊന്നും ഞാൻ നിലനിൽക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്നു എന്നുള്ള ചരിത്രം പേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ അത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന്റെ ഇടിമുറി നിർമ്മാണത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതില്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഏത് സർക്കാർ കലാലയത്തിലാണ് ഹോസ്റ്റലിനകത്ത് SFIയുടെ ആധിപത്യമില്ലാത്തത്, അക്രമമില്ലാത്തത്? അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന്, അതുപോലെ കാര്യവട്ടം ക്യാമ്പസിലെ ഈ അക്രമം നടന്നു എന്ന് പറയുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ സതീഷേ, നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? പൂക്കോട്ട് ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് 3 ദിവസക്കാലം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നതിന് ശേഷം ആ ക്യാമ്പസിൽ ഒരാൾ പോലും മൊഴി പറയാൻ വരാത്ത സാഹചര്യം ഉണ്ടായില്ലേ? അങ്ങനെയുള്ള ക്യാമ്പസുകളിലാണ് നിങ്ങൾ പറയുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ പോയി നിങ്ങൾ ഹോസ്റ്റലിലുള്ള കുട്ടികളോട് വിചാരണ നടത്തണം, അവരോട് ചോദിക്കണം, അവർ പറയുന്നതാണ് സത്യമെന്ന്. ആര് പറയുന്ന സത്യം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുത്തിരിക്കുന്ന SFIക്കാർക്കെതിരെയാണ്. നിങ്ങൾ പറഞ്ഞ സംയമനം പാലിച്ചു എന്നാ. സംയമനം പാലിക്കുന്ന SFIക്കാർക്കെതിരെ എന്തിനാ പിണറായി വിജയന്റെ പോലീസ് KSUക്കാരെ തല്ലി എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത്? അപ്പൊ നിങ്ങൾ പറയുന്ന വാദം ശരിയല്ല. ഇനി പൂക്കോട്ട് ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ വലിയ വിദ്യാർത്ഥി സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ആണെന്നുള്ള അഭിമാനിക്കുന്ന ആളുകളല്ലേ. ആ സിദ്ധാർത്ഥന കൊന്നുകളഞ്ഞ ആളുകൾക്ക് അവർക്ക് 75% അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. അവര് 3 മാസം ജയിലിൽ കിടന്നു. അവർ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സ്റ്റാറ്റ്യൂട്ടുകളൊന്നും പ്രകാരം പരീക്ഷ എഴുതാൻ യോഗ്യരല്ല. പക്ഷേ ഈ പ്രോസിക്യൂഷനും പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും കോടതിയിൽ ആ വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചതുകൊണ്ട് ആ കൊടും കുറ്റവാളികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുത്ത് മണ്ണൂത്തി ക്യാമ്പസ് ഒരുക്കി കൊടുത്തില്ല. നിങ്ങൾക്ക് എന്താ നിലപാട് അതിൽ? സിദ്ധാർത്ഥിന്റെ മരണത്ത് ആ കുറ്റവാളികളോടൊപ്പമാണോ സിദ്ധാർത്ഥിനോടൊപ്പമാണോ എന്ന് നിങ്ങൾ പറയണം. രണ്ടാമത്തത്, ഈ പ്രശ്നങ്ങളെയൊക്കെ വരുമ്പോൾ അവിടെ സ്ഥലത്തെത്തുന്ന MLA-മാരെ ആക്ഷേപിക്കാനും അവരെ കയ്യേറ്റം ചെയ്യാനും SFIക്കാരാ ഇവിടെ ചുമതല നൽകിയിട്ടിരുന്നത്. പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ രക്ഷാപ്രവർത്തനം എന്ന്, അവര് മറ്റേ വോളണ്ടിയേഴ്സ് ആണെന്ന്, മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസാണ് നടത്തുന്നത്, പക്ഷേ DYFI ആണെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷന് കാവല് SFI ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് അതൊന്നും നേരമില്ലേ? അതോ DGP-യെ പോലുള്ള ആളുകൾ മറ്റേ വ്യാജ രേഖയുണ്ടാക്കി ഭൂമി കച്ചവടത്തിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണോ SFI പോലീസ് സ്റ്റേഷന് കാവൽ നിൽക്കാൻ പോകുന്നത്? അതൊന്നും ശരിയായ ആർഗ്യുമെന്റ് അല്ല. ഇനി രണ്ടാമത് നിങ്ങൾ കൊയിലാണ്ടി കേസിനെ കുറിച്ച് പറയുന്നു. ഈ പോലീസിന്റെ കയ്യിൽ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലല്ലേ പോലീസിന്റെ ഭരണം ഇരിക്കുന്നത്. ആ പ്രിൻസിപ്പാൾ ചെവിക്കല്ലടിച്ച് വിട്ട ആ ദൃശ്യങ്ങളും കൂടി ഒന്ന് പുറത്തുവിടുന്നേ. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും കൂടി മറ്റേ വണ്ടി കയറി പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ആ CCTV ദൃശ്യങ്ങൾ കാണുന്നില്ല. പ്രിൻസിപ്പാൾ SFIക്കാരുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിയ CCTV കാണുന്നില്ല. ഈ CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പണ്ടും പ്രശ്നമാണ്. ലൈഫ് മിഷൻ കേസിനെ കുറിച്ചുള്ള അന്വേഷണം വന്നപ്പോൾ സെക്രട്ടേറിയറ്റിലെ CCTV-യിൽ പിടുത്തമൊക്കെ ഉണ്ടായത് നമുക്കറിയാലോ. അതൊക്കെ വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. ഇവിടെ SFI നേതാവിന്റെ പ്രസംഗം തെറ്റായിപ്പോയി എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് സജീഷിന് അത് മനസ്സിലാകുന്നില്ല? അത് മനസ്സിലാകാത്ത എന്താ? ഇനി ഞാൻ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ അഭിലാഷേ, നിങ്ങൾ ഈ പ്രവർത്തനമൊക്കെ നടത്തുന്ന കേരളത്തിലല്ലേ? നിങ്ങൾ ഈ പ്രവർത്തനം നടത്തിയ ത്രിപുരയിലും ബംഗാളിലും ഒരു പരിവായി. ഈ JNU അടക്കം കേന്ദ്ര സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ SFI ഇങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അവിടെ SFI സ്വാതന്ത്ര്യത്തിനും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനും മറ്റ് സമത്വത്തിനും വേണ്ടിയിട്ട് അല്ലേ പ്രവർത്തിക്കുന്നത്. അവിടെ നിങ്ങൾ ക്യാമ്പയിൻ അല്ലേ നടത്തുന്നത്, ഡിബേറ്റ് അല്ലേ നടത്തുന്നത്, അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രചരണങ്ങളല്ലേ നടത്തുന്നത്. അവിടെ നിങ്ങൾക്ക് ഇടിമുറിയില്ലല്ലോ. അവിടെ ഇടിക്കാൻ ചെന്നാൽ നല്ല കീറ് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളെ തല്ലിയും വശമതരാക്കിയും ഒക്കെ ജയിക്കുന്നതിനെ ജയമെന്ന് പറയല്ലേ. ലൈറ്റ് ഓഫ് ചെയ്ത് ജയിക്കുന്നതല്ല ജയം. ശരി, ഓക്കെ. അതാണ് ഇവിടെ ഷാജർ ഖാൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. പറയാം, താങ്കളുടെ അവസരം ഇതാ വരുന്നു, ഇപ്പോൾ വരും. ഇന്ന് മുഖ്യമന്ത്രി ഈ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ നവകേരള യാത്രക്കിടെ അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന ന്യായീകരണം വലിയ തോതിൽ ചർച്ചയാവുകയോ വിമർശനത്തിന് പാത്രമാവുകയോ ഒക്കെ ചെയ്തിരുന്നു പല പാർട്ടി കമ്മിറ്റികളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ച്. ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഈ രക്ഷാപ്രവർത്തനമാണ് അക്രമം എന്ന നിലപാട് തിരിച്ചടിച്ചു എന്നൊക്കെ പല കമ്മിറ്റികളിലും അഭിപ്രായം ഉയർന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലും മറ്റുമൊക്കെ കാണുന്നു. ഇന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ്, ഞാൻ കണ്ടത് രക്ഷാപ്രവർത്തനമാണ്, എൻ്റെ ബസ്സിന് മുമ്പിലേക്ക് ചാടി വീഴുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി DYFI പ്രവർത്തകർ ശ്രമിച്ചതാണ്, ഞാൻ കണ്ടതേ പറയൂ. സോ ഇത്രയധികം സമൂഹത്തിന് ബോധ്യമുള്ള അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക വഴി ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ആര് വിമർശിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ വിമർശിക്കുന്നവരുടെ കുഴപ്പം എന്ന മട്ടിലാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതെ, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ ഇപ്പോൾ സജീഷ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ യഥാർത്ഥത്തിൽ പ്രശ്നം SFI അല്ല,
SFIക്ക് നേതൃത്വം കൊടുക്കുന്ന, അവരെ ഈ വഴിയിലേക്ക് നയിക്കുന്ന CPMഉം അവരുടെ നേതാക്കന്മാരുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളന്ന് കണ്ടതാണ്. ഇപ്പോൾ സജീഷ് പറഞ്ഞല്ലോ, പ്രിൻസിപ്പലിനെ മുഖത്തടിക്കുന്നു, അത് സംബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ്. അവിടെ വാദിയെ പ്രതിയാക്കുക, പിന്നെ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുമല്ലോ, അത് യഥാർത്ഥത്തിൽ എല്ലാ കേസുകളിലും ചെയ്യുന്നതാണ്. ഇപ്പം കാര്യവട്ടം ക്യാമ്പസിലെ ഇഷ്യൂസിലാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ പ്രതിയായിട്ട് നിൽക്കുന്ന SFIയെ വാദിയാക്കി മാറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് മെനയും ഇത്തവണ അവർ മെനഞ്ഞിട്ടുണ്ട്. പൂക്കോട് കോളേജിൽ പോലും അവിടെ ഇത്രയും പരസ്യമായി എല്ലാ വിഷ്വൽസും ഉണ്ടായിരിക്കവേ തന്നെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന ഒരു കഥ മെനയുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത് വളരെ ഫാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു നീക്കമാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്ന അപജയം എത്ര വലുതാണെന്ന് അവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല. ഇതാണ് CPMൻ്റെ നിലപാടെങ്കിൽ, ഇതാണ് സജീഷിൻ്റെ നിലപാടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് SFI നേരെയാവുക? SFI നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുക മാത്രമേ ചെയ്യുള്ളൂ. ജനാധിപത്യം എന്നാൽ എന്താണ് എന്ന് SFIക്ക് അറിയുമോ? പോട്ടെ, സജീഷിന് അറിയുമോ? എതിരാളിയുടെ അഭിപ്രായത്തെ, മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിക്കുക എന്നുള്ളതാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. മറ്റൊരാൾ ഇവിടെ വേറൊരാളും പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്ന SFI, ഈ ക്യാമ്പസിൽ മറ്റൊരു സംഘടന പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന SFIക്ക് എന്ത് ജനാധിപത്യ ബോധമാണുള്ളത്? ഇപ്പം ശരി, മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എങ്ങും ശക്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇടിമുറിയില്ല. പക്ഷേ കാര്യവട്ടം ക്യാമ്പസിൽ ഹോസ്റ്റലിലെ 121 നമ്പർ റൂം നമ്പർ അവിടെ ഇടിമുറിന്ന് ബോർഡൊന്നും വെച്ചിട്ടില്ല, പക്ഷേ അതൊരു ഇടിമുറിയായിട്ട് ഉപയോഗിച്ചു എന്നാണല്ലോ അവിടെ വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ പറയുന്ന കേരളത്തിൽ ഇടിമുറി എന്ന് ബോർഡൊന്നും എങ്ങും വെച്ചിട്ടില്ല. പക്ഷേ അവിടെ ഇടിമുറി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും അവിടെ എതിർ പ്രസ്ഥാനക്കാരെ അപമാനിക്കുകയും അവരെ ആക്രമിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും വന്ന് അധ്യാപകരെ ആക്രമിക്കുകയും ചെയ്യുന്ന വളരെ അധമമായ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുക, ക്യാമ്പസിലെ സ്വതന്ത്രമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കുക, അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക. എനിക്ക് തോന്നുന്നു SFI കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു കൾമിനേഷൻ സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമാണ്. അവരെ തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ SFIയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ബഹിഷ്കരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇവിടെ ശ്രീ SK സജീഷ്, കുട്ടികളല്ലേ, തെറ്റുപറ്റാം എന്ന് നമുക്ക് സാമാന്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പൊളിറ്റിക്കൽ പേട്രണേജിനെ കുറിച്ചാണ്. അങ്ങനെ പറ്റുന്ന തെറ്റുകൾ അത് തെറ്റാണ് എന്ന് സമ്മതിച്ച് അത് തിരുത്താൻ നേതൃത്വം നൽകാതെ അതിനെ എൻഡോസ് ചെയ്യുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുക വഴി SFI എന്ന് പറയുന്ന സംഘടനയോട് എന്താണ് മുകളിലുള്ള മുതിർന്ന ആളുകൾ ചെയ്യുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തെ പോലെ നമ്മുടെ സംസ്ഥാനത്തെ സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇടതുപക്ഷം എന്താണ് എന്ന് അറിയില്ല SFIക്ക്, അവരുടെ ആശയത്തിന്റെ ആഴം എന്താണ് എന്ന് അറിയില്ല SFIക്ക്. ഇവർ തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ ബാധ്യതയായി SFI മാറുമെന്ന് ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടായിരിക്കില്ലേ? യഥാർത്ഥത്തിൽ ശരിയാക്കാൻ നിയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശരിയാക്കാൻ ബാധ്യതയുള്ള ആളുകൾ അത് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അഭിലാഷ് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള എല്ലാ വിമർശനങ്ങളും ഉന്നയിക്കുമ്പോഴും ഇവരീ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സംഘടനയായി വിദ്യാർത്ഥികളെല്ലാവരും സ്വീകരിക്കുന്ന സംഘടനയായി SFI മാറുന്നത്. SFI കൃത്യമായി സ്വയം തിരുത്തൽ കൂടി നടത്തുന്ന സംഘടനയാണ് എന്നുള്ളതുകൊണ്ടാണ്, ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന കൃത്യമായി സംഘടനാ സമ്മേളനങ്ങൾ നടത്തുകയും ജനാധിപത്യപരമായി, ഞങ്ങളെല്ലാം SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അഭിലാഷും നേരത്തെ പറയുന്ന SFIയിൽ പ്രവർത്തിച്ചിരുന്നു. അഭിലാഷ് SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ SFIയുടെ സമ്മേളനങ്ങളിൽ അഭിലാഷ് ഉൾപ്പെടെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അഭിലാഷ് പ്രവർത്തിച്ച യൂണിറ്റിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകിയിട്ടില്ലേ? ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തി മുന്നോട്ട് പോയിട്ടില്ലേ? അങ്ങനെ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. ആയതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ കളവുകളെ വിദ്യാർത്ഥികൾ വിശ്വസിക്കാത്തത് എന്ന് പരിശോധിച്ചാൽ അറിയാമല്ലോ. അല്ല സജീഷ്, അതാണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ ഒരു സെക്കൻഡും ഇല്ല. അഭിലാഷ്, ഈ രീതി ശരിയല്ല.
അല്ല ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ അഭിലാഷേ, അഭിലാഷേ, ഞാൻ നന്നാവുന്ന പ്രസ്ഥാനമാണെങ്കിൽ ഞാൻ താങ്കൾ പറയുന്നതിന് മറുപടി പറയാൻ ഇപ്പൊ തയ്യാറല്ല. പറയട്ടെ അഭിലാഷ്, അതെന്തൊരു രീതി അത്? അല്ല പറയൂ അഭിലാഷേ പറയൂ, അതെന്ത് രീതി അത്? അഭിലാഷിന്റെ ക്രൂക്കഡായ മാധ്യമ പ്രവർത്തകൻ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഇടപെടൽ നടത്തുന്നത്. ഇതൊക്കെ ആദ്യമായി കാണുകയല്ലോ അഭിലാഷേ. എന്താണ് ഞാൻ ഒരു കാര്യം ദയവ് ചെയ്ത് അഭിലാഷ്, ഒരു ചർച്ചയല്ലേ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ആളുകൾ അംഗീകരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ. അത് ജനങ്ങൾക്ക് ഒരു 2-3 വാചകങ്ങളെങ്കിലും ഒരു ചർച്ചയിൽ പറയാനുള്ള അവകാശമില്ലേ? അതെന്താ അങ്ങനെ ഒരു രീതി ഉണ്ടോ? അതെന്താണ് താങ്കൾ എത്ര നേരമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പോലും മുഴുമിപ്പിക്കാൻ അഭിലാഷ് ഈ ചർച്ചയിൽ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ വാശിപൂർവമായ ഒരു ചർച്ച നടത്തണമെന്ന് താങ്കൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് എന്തിനാണ് പറയാമല്ലോ, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോ പറയാമല്ലോ. എനിക്ക് എന്തിനാണ് വാശി? എനിക്കും അത് മനസ്സിലായിട്ടില്ല. ഒരു വാചകം കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. ഒരു വാശിയുടെ പ്രശ്നവുമില്ല. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്കൊരു വാശിയുടെ പ്രശ്നമില്ല. എനിക്ക് ഒറ്റ സംശയം, അഭിലാഷേ, ഞാൻ വെറുതെ വഷളാവാനില്ല. പറയട്ടെ അഭിലാഷ്, പ്ലീസ്, ഞാൻ എനിക്ക് പറയാനുള്ളത് പറയട്ടെ. ആരോപണങ്ങൾ ഒരു സംഘടനയ്ക്കെതിരെ കഴിഞ്ഞ 5 വർഷമായി ഇത്രയധികം വരിക, അതാണ് എന്റെ ചോദ്യം. അഭിലാഷ്, ദയവ് ചെയ്ത് എനിക്ക് ചില വാക്കുകൾ മുഴുമിപ്പിക്കാനുള്ള അവസരം തരുമോ? താങ്കളുടെ ഈ ചോദ്യത്തിനെ അർത്ഥമുണ്ടാകില്ലായിരുന്നു ഞാൻ അടുത്ത വാചകം പറഞ്ഞാൽ. ഓക്കെ, പറഞ്ഞോളൂ. താങ്കൾ ഇനി ഈ ചർച്ചയുടെ സമയം അവസാനിക്കാനായി. കുറെ കാലമായല്ലോ അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന് തോന്നിയാൽ ഉടനെ നടത്തുന്ന ആ ഇടപെടലുണ്ടല്ലോ, അത് എല്ലാ ചർച്ചയിലും അങ്ങനെ തന്നെ ചെയ്യല്ലേ? എന്നിട്ട് ഞങ്ങൾ കയറി തർക്കിക്കുന്ന ആളുകൾ, താങ്കൾ പറയാനുള്ള കാര്യം ഇത് തന്നെ പറഞ്ഞ് താങ്കൾ അനുവദിക്കുന്നില്ല. താങ്കളുടെ സമയമാണ്, പറഞ്ഞോളൂ. ആരാണ് തടയുന്നത്? പറഞ്ഞോളൂ. പറയട്ടെ. അതായത് ഞാൻ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായി ആവർത്തിച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയണം. കാരണം ജനാധിപത്യപരമായി ഒരു ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക് SFIയുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാനും SFIയുടെ എല്ലാ നേതൃത്വത്തെയും വിമർശിക്കാൻ ഇത്രമേൽ കൃത്യമായ ജനാധിപത്യ പ്രക്രിയ നൽകുന്ന ഒരു സംഘടനയും വേറെയില്ല. KSUവിന് സമ്മേളനം നടക്കാറുണ്ടോ? അവർ നോമിനേറ്റ് ചെയ്ത് ആരാണോ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നു. മറ്റു സംഘടനകളെല്ലാം അങ്ങനെ അവിടെ ജനാധിപത്യം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുകയും ജനാധിപത്യപരമായ വിമർശനത്തിന് സാഹചര്യമൊരുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയിൽ SFIക്ക് കേരളത്തിലെ ക്യാമ്പസുകളിലും രാജ്യത്തിലെ ക്യാമ്പസുകൾക്കും അകത്തും മുന്നേറാൻ വേണ്ടി കഴിയുന്നത്. അതിൽ അക്കാദമിക് കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റൊന്ന്, ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഇടിമുറി എന്ന് പറയുന്ന ഒരു ആളുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വാചകം എടുത്ത് പ്രയോഗിക്കുകയാണ്. മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, SFIക്കെതിരായി ഏറ്റവും വ്യാപകമായ ആക്രമണം നടത്തിയത് ചാപ്പകുത്തൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ ചാപ്പകുത്തൽ, നിഷാദ് എന്ന് പറയുന്ന KSU പ്രവർത്തകന്റെ പുറത്ത് ചാപ്പകുത്തി എത്ര വൈകാരികമായിട്ടാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. അവസാനം അതേ നിഷാദ് തന്നെ അവരുടെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ കാലമേറെ കഴിഞ്ഞു പോയിരുന്നു. ഈ പറഞ്ഞ വലിയ വേട്ടയാടുകൾക്ക് SFI എന്ന് പറയുന്ന സംഘടന വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ എത്രയെല്ലാം കാര്യങ്ങൾ ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി തുടക്കം മുതൽ ഈ പറഞ്ഞ വലിയ എന്താ പറയുക മാലാഖയുടെ കുപ്പായം ചമഞ്ഞിരിക്കുന്ന അപ്പുറത്തെ കോൺഗ്രസ്സുകാർ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. SFI പ്രവർത്തകർക്ക് ക്യാമ്പസ് പ്രവർത്തിക്കാമായിരുന്നു. അവരുടെ പേരിൽ പല വകുപ്പുകളും ചേർത്ത് 107-ാം വകുപ്പ് CRPC പ്രകാരം ചേർത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിക്കാൻ വേണ്ടി സമ്മതിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ച് തന്നെയാണ് വന്നത്. അവിടെ ഇടിമുറി ഉണ്ടായിട്ടല്ല, സ്നേഹത്തോടെ. ഇപ്പോൾ ഗുരുദേവ കോളേജിൽ ഉൾപ്പെടെ ഉണ്ടായ പ്രശ്നം എവിടെയാണ്? അവിടെ ചേരാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് സഹായമാകുന്ന ഹെൽപ്പ് ഡെസ്ക് അനുവദിച്ചില്ല എന്നുള്ളതിൻ്റെ ഹെൽപ്പ് ഡെസ്ക് പാടില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു പ്രശ്നമാണല്ലോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം. അവിടെ ഞാൻ നേരത്തെ എനിക്കെതിരെ പറയുന്നത് അവിടെ ഉണ്ടായ ചില കാര്യങ്ങളെ ഞാൻ കൂടുതൽ ന്യായീകരിച്ചു എന്നാണ്. ഈ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞു, വാക്കുകൾ കൊണ്ടുണ്ടായ തെറ്റുകളും കുഴപ്പങ്ങളും ആ രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനെ തെറ്റായി തന്നെ കാണുന്നു. ഞങ്ങൾ തെറ്റ് തിരുത്തുന്ന സംഘടനയാണ്. തെറ്റ് തിരുത്താൻ വേണ്ടി സംഘടനാപരമായി സംഘടനയ്ക്കുള്ളിൽ തന്നെ ചർച്ച നടത്തുകയും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. അല്ലാതെ സുധാകരനെ പോലെ കോൺഗ്രസിനെ പോലെ അപ്പുറത്തെ ധീരജിനെ കൊന്നുവരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് അവരെ
അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയല്ല. ആ പ്രോത്സാഹനം നൽകുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഒളിഞ്ഞും തെളിഞ്ഞും ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസുകൾക്കുള്ളിലേക്ക് പാഞ്ഞു കയറാനും അവിടെ അക്രമം സംഘടിപ്പിക്കാനും എല്ലാം കഴിയുന്നത്. അതിന് വെള്ളപൂശി കൊടുക്കേണ്ട കാര്യമില്ല. ആ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കോൺഗ്രസ് നേതാവിന് എന്തു പറയാമെന്നുള്ളതുകൊണ്ട് അവസരം കിട്ടും, ഇടപെടലുണ്ടാവില്ല. ഗാന്ധി ചിത്രം ഉൾപ്പെടെ വയനാട്ടിൽ തകർത്തത് ആരാണ് എന്ന് പിന്നീട് അറിഞ്ഞല്ലോ. മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു, ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ആ സംഭവത്തിന്റെ ഒറ്റ വാചകം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ സംഭവത്തെ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരായി എങ്ങനെ പ്രയോഗിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് AK സെന്റർ ആക്രമിച്ച ഈ സുധാകരന്റെ ഈ പറഞ്ഞ KSU യൂത്ത് കോൺഗ്രസ് കൂട്ടം. ആ കൂട്ടത്തെ പിടിക്കുന്നതിന് മുമ്പ് വിദേശത്തേക്ക് കടന്നു കളഞ്ഞ സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം കിട്ടിയോ എന്ന് ചർച്ച നടത്തുകയും പലരെയും സംശയത്തിന്റെ മുകളിലാക്കുകയും എല്ലാം ചെയ്ത മാധ്യമങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ശരി, അല്ല മുഴുമിപ്പിക്കാൻ സമ്മതിക്കണം എന്ന് സജീഷ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്, അല്ലാതെ ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ചോദിക്കാത്തത്. പിന്നെ താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രത്തിന്റെ ആ ഒറ്റക്കാര്യം തന്നെ, അന്ന് ഞങ്ങളല്ല KSUക്കാരാണത് ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ ഉപയോഗിച്ചത് ഇതേ മാതൃഭൂമി ന്യൂസിന്റെ വിഷ്വലായിരുന്നു എന്നുള്ളത് സജീഷ് മറന്നുപോയി കാണും. എനിക്ക് പക്ഷെ നല്ല ഓർമ്മയുണ്ട്. ഒരു സംഘടനയെ കുറിച്ചും മോശമാക്കാനോ നല്ലതാക്കാനോ അല്ല, തെറ്റായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മാധ്യമധർമ്മം എന്നുള്ളതാണ് നിങ്ങളോട് അല്ല, വ്യക്തിപരമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾ അപ്പുറത്തും ഇടവേള നിങ്ങൾ ചോദിച്ചിട്ടില്ല. ധീരജിനെ കൊന്നപ്പോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കാര്യത്തിൽ ചോദിച്ചിട്ടില്ല. അതൊക്കെ കടന്നു വന്ന KC വേണുഗോപാലിന്റെ പ്രസ്ഥാനമല്ലേ നിങ്ങളെന്ന ചോദ്യം അപ്പുറത്ത് അവർക്ക് സ്വച്ഛന്തം പറയാനും നിങ്ങളുടെ അജണ്ടകൾക്കൊപ്പം ഞങ്ങളല്ല ഈ കേസിൽ കാര്യവട്ടത്ത് പ്രതിസ്ഥാനത്ത് അവരാണ് തെറ്റ് ചെയ്തത്. അവരോട് ചോദിക്കും, നിങ്ങൾ പ്രതിസ്ഥാനത്തുള്ളപ്പോൾ നിങ്ങളോട് ചോദിക്കും. ഇടവേള. കാര്യവട്ടം കൊയിലാണ്ടി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയമായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആത്യന്തികമായി ജനാധിപത്യമാണ് പരമപ്രധാനം. എല്ലാ വോയിസുകളും ഉണ്ടാവണം, എല്ലാ ശബ്ദങ്ങളും ഉണ്ടാവണം. അങ്ങനെ ശബ്ദമുഖരിതമായി അതേസമയം ജനാധിപത്യപരമായി ക്യാമ്പസ് രാഷ്ട്രീയവും മുന്നോട്ട് പോകട്ടെ എന്നൊരു പോസിറ്റീവ് നോട്ടിൽ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ സജീഷ്, ശ്രീ ജിൻഡോ, ഒപ്പം വളരെ നന്ദി ശ്രീ ഷാജർ ഖാൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.